തെമ്മാടി തമ്പുരാൻ ഭാഗം 4. രചന അവതരണം ദിവ്യരാജ്. അവനെ മുഖമുയർത്തി നോക്കി അമ്പിളി. അവളുടെ ഇരുകരങ്ങൾ അവൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി. പേടിച്ചരണ്ട 2 വെള്ളാരം കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി നിൽപ്പായിരുന്നു രുധിനന്നേരം. എന്തിനാ പെണ്ണെ എന്നെ പേടിക്കണത്? എൻ്റേതല്ലേ നീ? അവൻ്റെ നാവിൽ നിന്നും അത് വന്നതും അമ്പിളിയുടെ ഉള്ളിലും അവനോടൊരിഷ്ടമൊക്കെ തോന്നി. ഒരിക്കൽ മനുവേട്ടൻ്റെ നാവിൽ നിന്നും കേൾക്കാൻ കൊതിച്ചതാണ് ഈ വാക്കുകൾ. ആ നെഞ്ചോടൊട്ടി ഇതുപോലെ ഇത്തിരി നേരം നിൽക്കാൻ ഒത്തിരി കൊതിച്ചതാണ്. പക്ഷേ തന്നെ അവഗണിച്ചിട്ടേയുള്ളൂ. അമ്മയോടും അച്ഛനോടും എന്തിന്, വീട്ടിലെ മിണ്ടാപ്രാണികളായ മൃഗങ്ങളോട് കാട്ടണ സ്നേഹത്തിൻ്റെ ഒരംശം പോലും തന്നിലേക്ക് ചൊരിയുന്നില്ലല്ലോ എന്നോർത്ത് നെഞ്ചു നീറിയിട്ടുണ്ട്. ജോലിസ്ഥലത്തുനിന്ന് അവധിക്ക് വന്നപ്പോൾ മറ്റുള്ളവർക്കൊക്കെ കൈ നിറയെ സമ്മാനപ്പൊതികൾ കൊടുത്തിട്ടും തനിക്കായി ഒന്നും തന്നില്ല. ഓർത്തില്ല പോലും, മറന്നൂത്രേ. പിടഞ്ഞു പോയിട്ടുണ്ട് മനസ്സ്. ഇന്ന് ഈ ഒരാൾ തന്നെ തേടി വന്നിരിക്കുന്നു. തന്നെ ചേർത്ത് പിടിച്ച് എൻ്റേതല്ലേന്ന് ചോദിക്കണു. എന്താ പറയണ്ടേ ഞാനിപ്പോ? നാണം കലർന്നൊരു ചിരി ചുണ്ടുകളിൽ പൊതിഞ്ഞവളുടെ. അമ്പിളി, പറ പെണ്ണെ, എൻ്റേതല്ലേ നീ? ആ കണ്ണുകളിലേക്ക് നോക്കിയുള്ള രുധിൻ്റെ ആ ചോദ്യത്തിനു മുന്നിൽ ഒന്ന് പരിങ്ങിയവൾ. വിളിച്ചു പറയാൻ തോന്നണു ഈ അമ്പിളി നാരായണീയത്തിലെ ഈ തമ്മാടിച്ചെക്കൻ്റെ ആണെന്ന്. ഈ ചേർത്ത് പിടിക്കലിലും നോട്ടത്തിലും വശീകരിക്കപ്പെടണുണ്ട് താൻ, ഓർത്തുപോയവൾ. കവളിൽ അവൻ്റെ വിരലുകളുടെ സ്പർശം അറിഞ്ഞതും ദൂരെ മഹാദേവന്റെ ക്ഷേത്രത്തിലെ മണിയൊടിയൊച്ച ഉയർന്നു കേട്ടിരുന്നു. സ്വബോധത്തിലേക്കെന്ന പോലെ 2 പേരും പെട്ടെന്ന് തന്നെ ഞെട്ടി അകന്നു മാറി. അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ വെപ്രാളപ്പെടുന്ന പെണ്ണിൻ്റെ പരിങ്ങൾ നന്നെ ആസ്വദിച്ചു നിന്നു രുധിനപ്പോളും. നടക്ക്, ഇനി നിന്നാലേ എനിക്ക് നിന്നെ നാരായണീയത്തിലേക്ക് കൊണ്ടുപോവാൻ തോന്നിപ്പോകും. കുറുമ്പായിരുന്നു ആ ചിരിയിൽ പോലും. എന്തിനാ എന്നെ വിവാഹം കഴിക്കണേ? ഞാൻ ഒരു 2ാം കെട്ടുകാരിയല്ലേ? മുന്നോട്ട് നടന്നു തുടങ്ങിയപ്പോൾ എന്നോ തോന്നിയ ആ സംശയം ചോദിച്ചവൾ. ഇഷ്ടം തോന്നിയിട്ട്? പിന്നെ ഞാനും അത്ര നല്ലതൊന്നുമല്ലല്ലോ. ഇന്നാട്ടില് വേറെ പെണ്ണ് കിട്ടണ്ടേ? പ്രത്യേക താളത്തിൽ പറഞ്ഞവൻ. ആരാ പറഞ്ഞേ പെണ്ണ് കിട്ടില്ലാന്ന്? ഇന്നാട്ടിലെ പെൺകുട്ടികൾക്കൊക്കെ പ്രിയമാ നാരായണീയത്തിലെ ഈ തെമ്മാടിയെ. ആണോ? അവൻ കുറുമ്പോടെ നോക്കി. അവളൊന്ന് മൂളി വിട്ടു. പക്ഷേ ഈയുള്ളവന് ബോധിച്ചത് ഈ പെണ്ണൊരുത്തിയെയാ. പിന്നാലെ നടന്നുകൊണ്ട് പറഞ്ഞവൻ. അതിന് മാത്രം പ്രത്യേകതയൊന്നും ഈ ഉള്ളവൾക്കില്ലാന്നാ ഈ പറയണതേ. പയ്യെ തലധരിച്ചവനെ ഒന്ന് നോക്കി അമ്പിളി. ആവോ, നിക്കറിയില്ലേ? എൻ്റെ കണ്ണില് കുറേയേറെ പ്രത്യേകതകളൊക്കെ തോന്നിയേ. വീണ്ടും കുറുമ്പ് നിറഞ്ഞ അവൻ്റെ സ്വരം. താൻ കരുതിയ പോലെ ആളത്ര കാർക്കശ്യക്കാരനല്ലെന്ന് അറിയുകയായിരുന്നവൾ. ഉള്ളിൽ അവനോട് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരിഷ്ടം തോന്നി തുടങ്ങിയിരുന്നവളിൽ. വീടെത്താറായി. ഇനി വേണേൽ പൊയ്ക്കോളൂ കേട്ടോ. ഒന്ന് തിരിഞ്ഞു നിന്ന് നോക്കിയവൾ. ദേ, ആ വളവ് വരെ ഞാൻ വന്നോളാം. അമ്പിളി പൊയ്ക്കോളൂ. അവൻ്റെ നാവിൽ നിന്ന് ഓരോ തവണ തൻ്റെ പേര് കേൾക്കുമ്പോഴും ഉള്ളിൽ അലതല്ലുന്ന സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ഞാനിവിടെ നിൽക്കാം, താൻ പൊയ്ക്കോ. ആ പിന്നെ നാളെ മുതൽ ഈ വഴി വരാൻ നിൽക്കണ്ട. ആലിൻ ചോട്ടിലൂടെ പോയാൽ മതി. കണ്ട ഭാവം നടിക്കില്ല ഞാൻ. അത് മതിയോ? പിന്നിൽ നിന്ന് അവനത് വിളിച്ചു കൂവുമ്പോൾ ചിരി കടിച്ചു പിടിച്ചു അമ്പിളിയും. എന്തേ മറുപടി പറയാത്തെ? വീണ്ടും അവൻ്റെ ഒച്ച കേട്ടു. നോക്കാം, ഇത്തിരി ഗൗരവത്തിൽ പറഞ്ഞവൾ. വീടിൻ്റെ വേലിക്കലെത്തിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴും ആളവിടെ നിപ്പുണ്ട്. മെല്ലെയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ചെല്ലുമ്പോൾ അമ്മയും അവളെ കാത്തുന്ന പോലെ അച്ഛൻ്റെ കസേരയിൽ വന്നിരിപ്പുണ്ട്. എൻ്റെ മോളെ, എത്ര തിരക്കായാലും ഇരുട്ടണതിന് മുന്നേ ഇങ്ങ് പോന്നേക്കണേ. കാലം വല്ലാതെയാ. ഈ അസമയത്ത് നീ ഒറ്റയ്ക്ക് വരണത് ഓർക്കുമ്പോഴേ ഭയമാണ്. ആ കൃഷ്ണൻ പോലീസിനെയോ ഏറെ പേടി. എന്തിനും മടിക്കാത്ത നീചന അയാള്. എങ്ങാനും ഒറ്റയ്ക്ക് അയാളുടെ മുന്നിൽ ചെന്ന് പെട്ടാൽ പേടിയാ മോളെ, ഒരു നെടുവീർപ്പോടെ പറഞ്ഞവർ. അമ്മ എന്തിനാ വെറുതെ ഭയക്കണേ? എത്ര വലിയ പോലീസായാലും ഇന്നാട്ടിലും നിയമങ്ങളുണ്ട്. നെറുകേട് കാട്ടിയാൽ അയാൾ അനുഭവിക്കും, അത് ഉറപ്പല്ലേ? ബാഗും കുടയും ടേബിളിന് മുകളിൽ വെച്ചിട്ട് അകത്തേക്ക് കയറിപ്പോയവൾ. എന്നാലും എൻ്റെ മോളെ സൂക്ഷിക്കണം. അസമയത്തൊന്നും വരാൻ നിൽക്കണ്ട ഇനി. മെല്ലെ മൂളി വിട്ടു അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനായി. തന്നിൽ നിന്ന് കിതപ്പോടെ അകന്നു മാറിയവനെ തന്നെ വശ്യതയോടെ നോക്കി ശാന്ത. കയ്യിൽ കിട്ടിയൊരു ബെഡ്ഷീറ്റ് എടുത്ത് ഉടലും മറച്ചു പിടിച്ച് മെല്ലെ എഴുന്നേറ്റവർ. ഹാങ്ങറിൽ തൂക്കിയിട്ടിരുന്ന ഷർട്ടിൽ നിന്നും 500ൻ്റെ നോട്ടുകൾ എണ്ണി തിട്ടിപ്പെടുത്തി അവളുടെ കയ്യിലേക്ക് ചേർത്ത് വെച്ചു അയാൾ.
മകന്റെ കല്യാണക്കാര്യം അറിഞ്ഞില്ലായോ കൃഷ്ണേട്ടാ? കാശെടുത്ത് ഭദ്രമായി മേശക്കുള്ളിലാക്കിയവൾ. ഏത് മകന്റെ? ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് വലിച്ചു കയറ്റിക്കൊണ്ട് ചോദിച്ചു. ഓ, അറിയാത്ത പോലെ. നാരായണീയത്തിലെ ചെക്കൻ്റെ കാര്യാ പറയണതേ. ഓന്റെ കല്യാണായി. പെണ്ണിനെ പറഞ്ഞാൽ കൃഷ്ണേട്ടൻ അറിയും. മനക്കലെ അശോകന്റെ മൂത്ത മകളാ അമ്പിളി. ഏത്? ആ വെളുത്തു തുടുത്ത പൂച്ചക്കണ്ണിയോ? ജനാലയിലൂടെ പുറത്തേക്ക് നോട്ടമെറിഞ്ഞയാൾ ചോദിച്ചതേ മനസ്സിൽ അവളുടെ മുഖവും തെളിഞ്ഞു വന്നു. അത് തന്നെ. നിലത്ത് കിടന്ന നൈറ്റി എടുത്ത് അണിഞ്ഞുകൊണ്ട് തലമുടി വാരി കെട്ടിവെച്ചവർ. ഒന്ന് അമർത്തി മൂളിയയുള്ളയാൾ. അശോകന്റെ കാര്യം പറയവേ വർഷങ്ങൾക്ക് മുന്നേ തൻ്റെ കൈകളിൽ കിടന്ന് ഞെരിഞ്ഞ ഒരു പെണ്ണിന്റെ മുഖം ഓർത്തെടുത്തയാൾ. ഗൂഢമായൊരു ചിരി ആ ചുണ്ടുകളിൽ പൊതിഞ്ഞ നേരം. പിറ്റേന്ന് രാവിലെ കുളിച്ചു വന്ന് കബോർഡ് തുറന്നു അമ്പിളി. ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു കസവ് സാരി ഉടുത്ത് ചെറിയൊരു പൊട്ടും തൊട്ട് അമ്പലത്തിലേക്ക് നടന്നവൾ. എല്ലാ വെള്ളിയാഴ്ചയും മഹാദേവനെ കണ്ട് തൊഴാൻ പോകുന്ന ഈ പതിവ് ഉള്ളതാണ്. എന്നും ദേവ് കൂടെയുണ്ടാവും. ഇന്നാണേലോ കൂടെ ആരുമുണ്ടായില്ല. ഓൾക്ക് എക്സ്ട്രാ ക്ലാസ് എന്ന് പറഞ്ഞ് നേരത്തെ ഇറങ്ങി. അതാ ഒറ്റയ്ക്ക് ഇറങ്ങാന്ന് കരുതിയത്. പാടവരമ്പത്തൂടെ മെല്ലെ നടക്കാൻ തുടങ്ങി. നല്ല വഴുക്കലുണ്ട്. എങ്ങാനും വീഴുവാണേൽ സാരി ആഗമനം ചെളിയിൽ മുങ്ങി നിവരും. ചെറുചിരിയോടെ ഓർത്തുകൊണ്ട് അത്രയും ശ്രദ്ധയോടെ നടന്നവൾ. പാലം കഴിയുമ്പോഴും ആലിൻ ചോട്ടിലെത്തുമ്പോഴും ചുറ്റുമൊന്ന് നോക്കിയെങ്കിലും ആളെ കണ്ടില്ല. എന്തോ വല്ലായ്മ തോന്നി. ഇന്നലെ പറഞ്ഞതുപോലെ ഇനിയൊരിക്കലും എൻ്റെ കൺവെട്ടത്ത് വരാണ്ടിരിക്കോ ഓർത്തതേ ചെറിയൊരു നീറ്റൽ അവളുടെ നെഞ്ചിൽ ഉയർന്നു പൊങ്ങി. ഇന്നലെ വരെ കാണാൻ ഭയമായിരുന്നതാ. പക്ഷേ ഇന്ന് കാണാൻ ഏറെ കൊതിക്കുന്നുണ്ട് താൻ ഓർത്തുകൊണ്ട് മുന്നോട്ട് നടന്നു. ഇടറോഡിലൊരു ബുള്ളറ്റ് പാഞ്ഞു പോയതും നെഞ്ചെടുപ്പുയർന്നു. എങ്ങാനും ആളാണോണെന്ന് ചിന്തിച്ചു. മെല്ലെ മുഖമുയർത്തി നോക്കി. പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് കഴുകൻ കണ്ണുകളോടെ തന്നെ ചൂഴ്ന്നു നോക്കിപ്പോകുന്ന കൃഷ്ണൻ പോലീസിനെ കണ്ട് വേഗം മുഖം താഴ്ത്തി കളഞ്ഞു. നേരത്തേതിലും വേഗത്തിൽ മുന്നോട്ട് നടന്നു. സാരിയുടെ തുമ്പൊക്കെ കല്ലിൽ തട്ടി തടയുന്നുണ്ടെങ്കിലും ശ്രദ്ധിച്ചില്ല. ആളിനി പറഞ്ഞതുപോലെ തൻ്റെ മുന്നിൽ വരാതിരിക്കോ എന്ന ചിന്തയായിരുന്നു മനസ്സിൽ. മഹാദേവന്റെ മുന്നിൽ നിന്ന് തൊഴുതു പ്രാർത്ഥിക്കവേ ഹൃദയത്തിൽ ഒന്നേ ഉണ്ടായുള്ളൂ, ആളെ ഒന്ന് കാണണമെന്ന്. എന്തോ ആ സാമീപ്യം ഇപ്പോൾ കൂടുതൽ ആഗ്രഹിക്കുന്ന പോലെ. 15-ാം വയസ്സിൽ അച്ഛൻ മരിക്കുമ്പോൾ നഷ്ടപ്പെട്ട സുരക്ഷിതത്വ ബോധവും തണലും ആ നെഞ്ചിൽ നിന്ന് അറിഞ്ഞ നിമിഷം തൊട്ട് മനസ്സ് ആ ഒരാൾക്ക് വേണ്ടി വാശി പിടിക്കുന്നുണ്ട്. എൻ്റെ മഹാദേവ, ഇന്നലെ പറഞ്ഞ മാതിരി ബുദ്ധിമോശമൊന്നും തോന്നിക്കല്ലേ. പ്രാർത്ഥനയോടെ കണ്ണു തുറന്നതും കണ്ടു തന്നെ തന്നെ നോക്കി കള്ളച്ചിരിയോടെ നിൽക്കുന്നവനെ. ഒരു നിമിഷം അവളുടെ വെള്ളാരം കണ്ണുകൾ വിഴിഞ്ഞുപോയി. കരിനീല ഷർട്ടും നേർത്ത സ്വർണ്ണക്കരയുള്ള മുണ്ടുമായിരുന്നു വേഷം. ഷർട്ടിലെ 2 ബട്ടണുകൾ എപ്പോഴത്തെയും പോലെ തുറന്നിട്ടിരിപ്പുണ്ട്. കുളിച്ച് കുറി തൊട്ട് നിൽക്കുന്നവനെ കാണാൻ തന്നെ വല്ലാത്തൊരു ഐശ്വര്യമായിരുന്നു. പിരികമുയർത്തിക്കൊണ്ട് എന്തെന്ന് ചോദിക്കുന്ന പോലെ ഗൗരവത്തിൽ അവളെ നോക്കിയവൻ. ചെറുചിരിയായിരുന്നു അവളുടെ മറുപടി. തിരുമേനി കൊണ്ടുകൊടുത്ത പ്രസാദവും വാങ്ങി ബ്രഹ്മരക്ഷസിനെ ആവാഹിച്ച് കുടിയിരുത്തിരിക്കണ മൂലയിലേക്ക് ചെല്ലുമ്പോൾ പിന്നിൽ കാലൊച്ച കേട്ടിരുന്നു. ആളാവുമെന്ന് 100% ഉറപ്പായിരുന്നവൾക്ക്. ഈ വേഷത്തില് തന്നെ കാണാൻ വല്ലാത്തൊരു ഭംഗിയാട്ടോ. ശരിക്കും ഇപ്പൊ തന്നെ കെട്ടിയാലോന്ന് തോന്നാ. പിന്നിലെ അടക്കിപ്പിടിച്ച ശബ്ദം കേട്ടതും ചിരി കടിച്ചു പിടിച്ചവൾ. എന്നാ പിന്നെ എന്തിനാടാ രുധിനെ വൈകിക്കണേ? ഇപ്പൊ തന്നെ കൊണ്ടോയ്ക്കോ. അതാവുമ്പോ ചിലവ് ചുരുക്കാം. കല്യാണവും വേണ്ട, സദ്യയും വേണ്ട. കോറസ് പോലെ പിന്നീന്ന് അച്ചുവിൻ്റെ ശബ്ദം ഒപ്പം ഉയർന്നു വന്ന പൊട്ടിച്ചിരിയും കേട്ട് അമ്പിളി തിരിഞ്ഞു നോക്കി. മുണ്ടും മടക്കി കുത്തി അവർക്ക് പിന്നാലെ പായുന്നവനെ കണ്ടതേ ചിരി കടിച്ചു പിടിച്ചവൾ. തുടരും. പ്രിയപ്പെട്ടവരെ, കഥ ഇഷ്ടമാകുന്നുണ്ടോ? അഭിപ്രായങ്ങൾ കൂടി പറയണേ. സത്യം പറയല്ലേ, കുറച്ചും കൂടി ലെങ്തി പാർട്ട് ഇടണമെന്നുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ ടൈം കുറച്ച് ഷോർട്ടേജ് ആണ്. അതുകൊണ്ടാണ്. ഒന്നാമത് ഇവിടെ ഭയങ്കര കാറ്റാണ്. സന്ധ്യ കഴിഞ്ഞാൽ കാറ്റും പിന്നെ ചുറ്റും നല്ല ബഹളമൊക്കെ ഉണ്ട്. പകലൊട്ടും പറ്റൂല. രാത്രിയും ഇപ്പോൾ കുറച്ച് ഇതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞാനിരുന്ന് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.